ഗുഡ് മോർണിംഗ്. എന്താ പറയുന്നത്, സുഖമല്ലേ? ഞാൻ ഇന്ന് വരുന്നത് നിങ്ങൾക്ക് ഒരു ചെടി ഒന്നുകൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള പാരിജാതം. പാരിജാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കെല്ലാം സുപരിചിതമായിരിക്കും. പലരും പാരിജാതം എന്താണെന്നോ ഏത് ചെടിയാണെന്നോ ഏത് പൂവാണെന്നോ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവില്ല. പക്ഷേ പാട്ടിലൂടെ മലയാളികൾക്കെല്ലാം സുപരിചിതമാണ് പാരിജാതം. ഇത് വീട്ടിലെ പാരിജാതം. ഇത് രണ്ടാമത്തെ കുലയാണ്. ആദ്യം ഒരു കുല ഉണ്ടായി, ഇത് രണ്ടാമത്തെ കുലയാണ്. ഇത് കുലകുലകളായിട്ട് ഇങ്ങനെ പൂ വരും. അതല്ല, നല്ല മണമാണ്. ഇതൊരു നല്ല മണം. ഇത് സന്ധ്യാകുമ്പോൾ ഇങ്ങനെ വിടരും. ഇത് കുറേ ദിവസങ്ങളോളം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഹിന്ദു പുരാണത്തിലും പല ഇടത്തും പരാമർശിച്ച ഒരു ചെടിയാണ് പാരിജാതം. ഇത് കുറ്റിച്ചെടിയാവാം, ഇത് നിലത്തൊക്കെ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ വലിയ മരമാവാം. ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, ഈ പാരിജാതത്തിൻ്റെ ഈ പൂവ് നമ്മൾ പറിച്ചെടുത്തിട്ട് പൂജയോ മറ്റൊന്നും ചെയ്യാറില്ല. അത് താഴെ വീണിട്ടാണ്, അത് പറക്കിയെടുത്തിട്ടാണ് വല്ലതിനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം, ശരിയായ പാരിജാതം ഇതാണോ അല്ലയോ? പക്ഷേ ഇതാണ് ശരിയായ പാരിജാതം എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂക്കൾ എങ്ങനെയാണ്? ഇത് കൊലകൊലകളായിട്ട് വരും ഓരോന്നും. ഇത് ഇവിടെ ഒന്ന് വന്നിരുന്നു. ഇത് ചെറിയ ചെടിയാണ്. ഇത് 2-3 മാസമായി, 3-6 മാസമായിട്ടുള്ളൂ ഇവിടെ. ഇതിപ്പോൾ പൂത്തു. അപ്പോൾ ഇതായി പൂത്തൊരു പൂ പിടിച്ച് നല്ല മണവും. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നു കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.